മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തംബ്നെയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഗീവ് അവേയുടെ വിന്നറിനുള്ള എന്തൊക്കെയാണ് ഗിഫ്റ്റ്സ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ആൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് നമുക്ക് അതുകൊണ്ട് പാക്ക് ചെയ്യാം. ലൈക്ക് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് കൊറിയർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് കേട്ടോ. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ വലിയൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് ആൾക്കുള്ള ഗിഫ്റ്റ് നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാക്ക് ചെയ്യണതിന് മുന്നേ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ചാനൽ ഇത്രയും എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയേനില്ല. ആൻഡ് കീപ്പ് ഓൺ സപ്പോർട്ടിങ്. താങ്ക് യു എവ്രി വൺ. അത്രയും ക്ലിയറുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ലക്കി വിന്നർ നമ്മൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഈ ഒരാളാണ്, നോളൻ എന്നുണ്ട്. ആളെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അഡ്രസ്സൊക്കെ അയച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് നമുക്കൊന്ന് പാക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും കിട്ടാത്തവർക്ക് വിഷമിക്കേണ്ട. ഇനിയും ഞാൻ ഇനിയും കുറേ ഗീവ് അവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്കമിങ് വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഗീവ് അവേ എന്നുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആരും അപ്സെറ്റ് ആവണ്ട. കിട്ടാത്തവർ നെക്സ്റ്റ് ടൈം, ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പെട്ടി അങ്ങോട്ട് തുറക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിലോട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു പുസ്തകം, എ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ്, കൈലിദ് ഹുസൈനിയുടെ കൈറ്റ് റണ്ണർ എഴുതിയ ഒരു റൈറ്ററാണ്. നല്ലൊരു പുസ്തകമാണ് കേട്ടോ, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു പുതിയ സൂപ്പർ നോവലാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആള്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആള് വായിക്കുന്ന ഒരാളാണ്, വായിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വായിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം നോവലാണ് കേട്ടോ, രക്തകന്യക. ഈ മാന്ത്രിക നോവൽസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ബുക്സ് അവൈലബിൾ ആവുന്ന പോലെ മാന്ത്രിക നോവൽസും അധികം വരുന്നില്ല. അതുപോലെ തന്നെ അവൈലബിലിറ്റിയും കുറവാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തകന്യക സൂപ്പർ. നമ്മുടെ ഈ ഒരു മാന്ത്രിക നോവൽസ് എഴുതുന്ന ഒരു ഫേമസ് റൈറ്ററാണ് സുനിൽ പരമേശ്വരൻ. ആളുടെ ഒരു മാന്ത്രിക നോവൽ നൈസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ ഫുഡ് പപ്പായ ആൻഡ് കോക്കനട്ട് ഷാമ്പൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ UK നിന്ന് വന്നപ്പോൾ പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഷാമ്പൂസിൽ ഒരു 3-4 പാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് കേട്ടോ. കാരണം അത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ നമ്മുടെ ഹെയറിന് നല്ല എന്താ പറയുക, ഒരു റിഫ്രഷ് ഫീൽ തരുന്ന ഒരു ഷാമ്പൂ ആണ്. ഇറ്റ്സ് എ ബെസ്റ്റ് വൺ. അപ്പോൾ ഇതറിഞ്ഞുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെർമാക്കോണിൻ്റെ ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് സെറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത പ്രോഡക്ട്സ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഫേസ് സെറം ഡെർമാക്കോണിൻ്റെ. അടുത്തത് ഡവിൻ്റെതാ ഈ ഒരു ബോഡി സ്പ്രേ. ഈ ഒരു സ്പ്രേ അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ്. അടുത്തത് ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് മോയ്സ്ചറൈസർ, അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെന്താ ഈ ഒരു ബാൻഡ് സ്ക്രഞ്ചീസാണ് കേട്ടോ. സ്ക്രഞ്ചീസ് അല്ല, ഈ ഒരു ബാൻഡ്സാണ് നമ്മുടെ ഗിവ് അവേ വിന്നറിനുള്ള അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാ ഇതിങ്ങനത്തെ ഒരു പൗച്ചാണ്. നല്ല രസമില്ലേ കാണാൻ, ഒരു മൾട്ടി കളർ പൗച്ച്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പം അങ്ങനത്തെ ഒരു പൗച്ച്. അപ്പം ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. അതാ ഇത്രയാണ് ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഗീവ് അവേ വിന്നറിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇനിയും ഗീവ് അവേസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നമുക്കിത് കൊറിയർ അയക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.